ഗായ്സ്, ഇന്ന് നമ്മുടെ ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ മഞ്ചേരിയിലുള്ള കസവ് കേന്ദ്രയ്ക്കാണ് പോയത്. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ടെക്സ്റ്റൈൽസിക്ക് നമ്മൾ വരുന്നത്. ബിക്കോസ് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പിൽ നിന്നായിരുന്നു പ്ലാന്. എല്ലാവരും നോമ്പെടുത്ത് ടയേർഡായിരുന്നു. അപ്പോൾ ഒറ്റ ഷോപ്പിൽ കയറാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അഫ്നൂന് ആദ്യം തന്നെ എപ്പോഴും പറയുന്നതാണ് ബ്ലാക്ക് ഷറാറ വേണമെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ നോക്കിയ ഷറാറന്നെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. ഇതാണ് കേട്ടോ ഷറാറ. അഫ്നു അത് ഡ്രസ്സപ്പ് ചെയ്തൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആക്ച്വലി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേണൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ അന്നു ഉമ്മ ഒക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്യുക എന്തപ്പോൾ എടുക്കുകയെന്ന്. ആക്ച്വലി എനിക്കാണെങ്കിൽ ഒരു പ്ലാനിങ്ങും ഒരു ഐഡിയാസും ഇല്ലായിരുന്നു കേട്ടോ. ഞാനിപ്രാവശ്യം എന്താ എടുക്കാന്ന്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുക എന്നായിരുന്നു എൻ്റെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ അഫിനും ഇതാ ഡ്രസ്സപ്പ് ചെയ്ത് സെറ്റായി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ഉമ്മാണെങ്കിൽ ഇപ്രാവശ്യം വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചു. നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള പർദ്ദയാണ് കേട്ടോ ഉമ്മ നോക്കുന്നത്. ഉമ്മ അതേ പറയുന്നുണ്ട് പ്രിൻറ്റഡ് പർദ്ദ എടുക്കണമെന്ന്. ബിക്കോസ് എല്ലാ പ്രാവശ്യവും ഉമ്മ പ്ലെയിൻ ആയിട്ടുള്ള കളർ പർദ്ദ, ബ്ലാക്ക് പർദ്ദ അങ്ങനെയൊക്കെ എല്ലാം എടുക്കുക. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചു. ഞാനും തന്നെ ഞങ്ങൾ അതിലിങ്ങനെ നോക്കിട്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഉമ്മാക്ക് ഏതോ അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ പിന്നെ ഞാൻ മെറ്റേണിറ്റി ടോപ്സൊക്കെയാണ് നോക്കുന്നത്. മെറ്റേണിറ്റിയിൽ ഇതൊന്നും എനിക്ക് ഇതിൻ്റെ ഒന്നും പ്രിൻ്റാണ് പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രിൻ്റൊന്നും മനസ്സൊക്കെ അങ്ങോട്ട് സെറ്റാവണില്ല. അങ്ങനെ ഈ ഒരു ടോപ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. രണ്ട് സൈഡ് സിബൊക്കെ ഉള്ള. ഇപ്പോൾ അല്ലെങ്കിലും പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ടോപ്സൊക്കെയാണ് ഞാൻ നോക്കണത്. എനിക്കിത് ഇഷ്ടമായി. പക്ഷെ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാനത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ബ്ലൂ അവിടെ വെച്ച് ഈ റെഡുമൊക്കെ ആയിട്ടോ നോട്ടം. ഈ കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉമ്മാണെങ്കിൽ അപ്പുറത്ത് തന്നെ അങ്ങനെ മോട്ടറാക്കുന്നുണ്ട്, ഈ കളറാണ് കിട്ടാൻ നല്ല ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഇതിൻ്റെ മേലെ കൂടെ ഈ ഓവർകോട്ട് കണ്ടപ്പോൾ എനിക്ക് അതിലൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടോ. സോ അത് ഞാൻ എടുത്തില്ല. ആക്ച്വലി എൻ്റെ മൈൻഡിൽ ഫുള്ളൊരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന നല്ല സുഖമുള്ളൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ഡ്രസ്സ്, അതാണ് എൻ്റെ മൈൻഡിൽ. അതൊന്നും മെറ്റേണിറ്റിയിൽ എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഉമ്മാക്കുള്ള മാക്സ് നോക്കാനാണ് പോയത്. ഉമ്മ അതേ പറയുന്നുണ്ട് ഗ്രേപ്പ് കളർ മാക്സിയാണ് ഇല്ലാത്ത, അത് തന്നെ വേണം പറഞ്ഞാൽ. അവിടെയുള്ള എല്ലാ ഗ്രേപ്സും നമ്മൾ വലിച്ചു വരട്ടാണ്. അപ്പോൾ ഉമ്മ അത് സെലക്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാനിവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഗ്രേപ്പിൽ നിന്നൊക്കെ വിട്ട് റെഡൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു 2 മാക്സിയാണ് കേട്ടോ ഫൈനലി ചൂസ് ചെയ്തത്. ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. ബ്ലാക്ക് ഒരു റയോൺ മെറ്റീരിയലൊക്കെ ആണ്. ആൻഡ് അത് കഴിഞ്ഞാൽ എനിക്ക് 2-3 ഷോളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പർദ്ദ നോക്കാനാണ് പോകുന്നത്. ഇവിടെ തന്നെയുള്ള പർദ്ദൻ്റെ സെക്ഷൻക്കാണ് കേട്ടോ പോകുന്നത്. ബട്ട് ഇവിടെ പ്രിൻറ്റഡ് പർദ്ദാസ് കുറവായിരുന്നു. ഒരു 2-3 പീസസൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. അതാണെങ്കിൽ അമ്മച്ചിക്ക് ഇഷ്ടമായതുമില്ല. ഇതും പിന്നെ ഈ ഒരു ക്രീമും ബ്ലാക്കും കൂടി ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി ഗൈസ് കമൻറ്റ് ചെയ്യുക. ഇത് ആക്ച്വലി ഉമ്മക്ക് മനസ്സിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. സോ നമ്മൾ അതും എടുക്കാതെ നമ്മൾ വേറെ ഷോപ്പാണ് കേട്ടോ പർദ്ദ എടുക്കാൻ വന്നത്. പർദ്ദൻ്റെ വേറെ ഷോപ്പിലേക്ക് പോയി. പിന്നെ അമ്നൂനെ എടുക്കാൻ വേറെ ഷോപ്പിൽ പോയി. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ടയർഡായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് അഫ്നൂന് ചെരുപ്പും കൂടെ എടുത്ത് നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ എടുത്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അഫ്നൂനൊരു ചെരുപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ് കീപ് വാച്ചിങ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴൊക്കെ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കസവെന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഉമ്മാക്ക് പർദ്ദ എടുക്കാൻ വേറെ ഷോപ്പിൽ കയറി, അഫിനോക്ക് ചെരുപ്പ് എടുക്കാൻ വേറെ ഷോപ്പിൽ കയറി, അന്നൂനെ ഡ്രസ്സ് എടുക്കാൻ വേറെ അങ്ങനെ ജെൻസിൻ്റെ ഷോപ്പിൽ കയറി. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ നടന്ന് അത്യാവശ്യം നല്ല ടയർഡായി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മൂടൊക്കെ പോയിട്ടോ, വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ പോയി. സോ എന്നാലും എന്തൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഗൈസ്. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എല്ലായിടത്തും ചെറിയ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് ഒരു വിധത്തിൽ അമ്നൂനെ ഞാൻ വലിച്ച് അയച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. ഫസ്റ്റ് ഉള്ളത് അന്നോൻ്റെ ഈ ഒരു അടിപൊളി ബാഗി പാൻ്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്, ലൈറ്റ് ആഷ് കളറാണ്. ഒക്കെ നല്ല ആയിട്ടുള്ള ഒരു ഷർട്ട് കേട്ടോ. വൈറ്റിൽ ആഷ് വർക്ക് വരുന്ന ഒരു എക്സ്ട്രാ പാൻറ്റും കൂടി ഉണ്ട്, ബ്രൗണ്. പിന്നെ ഇതെന്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെന്തിനാ ബ്ലാക്ക് പാൻറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അയക്ക് ടീഷർട്ടാണ് ഗൈസ്, ഒരു ലൂസ് ഫിറ്റ് ടീഷർട്ട്. ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒരു
സുഖമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് എനിക്ക് അവിടെ ഏത് കണ്ടിട്ടും ഒന്നും കൊണ്ട് മനസ്സിക്ക് പറ്റണില്ല ഗൈസ്. അപ്പം ഞാൻ ഇതെടുത്തു. ഡെയിലി സ്കൂൾക്ക് പോകുമ്പോഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടായതുകൊണ്ട് എല്ലാവരും നല്ല കോട്ടൻ്റെ സാധാ ടോപ്പൊക്കെയാണ് എടുത്ത്. ഇതൊരു സിമ്പിൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു ടോപ്പ്, അതിലേക്ക് ഡാർക്ക് ഷെയ്ഡ് പാൻറ്റും ഷോളും കേട്ടോ. ഞാൻ നിർത്തുന്നില്ല. പിന്നെ ഗൈസ് പെരുന്നാൾ ഉമ്മാക്കാണ്. ഇമ്മാൻ്റെത് ഇത്രയും സാധനങ്ങളുണ്ട്. ഉമ്മാൻ്റെ കാണിച്ചു കേട്ടോ. ഉമ്മ മനസ്സിൽ കരുതിയ സാധനം തന്നെ കിട്ടി. എല്ലാ ടൈമും ഉമ്മ പർദ്ദെടുക്കുമ്പോൾ ഒറ്റ കളറ് പ്ലെയിൻ ഷെയ്ഡിലാണ് പർദ്ദ എടുക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പ്രിൻറ്റഡ് പർദ്ദ വേണം, പ്രിൻറ്റുള്ള അബായ വേണം പറഞ്ഞതിന്. സോ ഈ ഒരു പർദ്ദയാണ്, ഈ ഒരു ചുരിദാറ്. ഇത് മെറ്റീരിയൽ എടുത്ത് അടുപ്പിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഷോള് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഷോള്. നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇതിൻ്റെ ഷോൾ ഇതാണ്. ഇത് ഞാൻ നിർത്തുന്നില്ല, എനിക്ക് വയ്യ. എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അഫിനുട്ട് നിൽക്കണത്. ഇത് ഞാൻ ഇനി നിർത്തണില്ല. അഫിനുവിൻ്റെ ഷറാറാണ്. അഫിനുക്ക് നല്ല ബ്ലാക്ക് ഷറാർ തന്നെ വേണം പറഞ്ഞ് പോയിട്ട് ഫസ്റ്റ് തന്നെ അത് കിട്ടി. ഇതാണ് കേട്ടോ അഫിനുവിൻ്റെ ബാഗ്. അന്നുവിൻ്റെ സെയിം തന്നെ. അഫിന് എന്തൊക്കെ ഫാൻസി വാങ്ങി എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി ഞാൻ അപ്പോൾ അയിനുവിന് ഏറ്റവും അവിടെ അപ്പുറത്തൊക്കെ ബ്ലാക്ക് സ്റ്റോണൊക്കെ ഉള്ള ഒരു കുഞ്ഞി നെക്ലൈസ്, ഇതിന് അതന്നെയല്ല പറയാ, ആധികാരികമായിട്ട് അറിയില്ല ഗൈസ്. ഇതാണ് കേട്ടോ ടോപ്പ്. ഇതിക്ക് നല്ല മാച്ചിങ് ഉള്ള നെക്ലൈസ്, നല്ല രസം. എയർ ബാൻഡ് അല്ലത്, അതന്നെ തോന്നുന്നു. ബ്ലാക്ക് ബണ്ണ്. പിന്നെന്താ ഫിന് വാങ്ങിയത്? നല്ല ഭംഗിയുള്ള സ്റ്റോണുള്ള ബാങ്കിൾസ്. ജിമിക്കി കമ്മലൊക്കെ ഉണ്ടല്ലോ. നല്ല കറക്റ്റ് മാച്ചിങ് ജിമിക്കി കമ്മൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിംഗ്. ഈ നോമ്പിന് പെരുന്നാളിൻ്റെ മുന്നേ ഞങ്ങൾ ഇനിയും പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.